വരുന്ന 2 ആഴ്ച നിർണായകമാണ്. ഈ പരമാവധി വോട്ടർമാരെ ചേർക്കുക, SIR-ൽ പുതിയ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു പോയവർ അവരുടെ പരാതികൾ കേട്ട് അവരെ പെട്ടെന്ന് തന്നെ വോട്ടർ പട്ടികയിലേക്ക് തിരികെ എത്തിക്കുക. ഒരു വോട്ടും നഷ്ടപ്പെടരുത്. ഓരോ വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണെന്ന തിരിച്ചറിവിലാണോ SIR-നെ കൂടി മറികടക്കാനുള്ള നീക്കം ബൂത്ത് തലത്തിൽ തുടങ്ങാൻ പോകുന്നത് കോൺഗ്രസ്? അരുൺകുമാർ, SIR-ൽ കരട് വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ ഓരോ മണ്ഡലത്തിലും വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്ത വോട്ടർമാരെ പരിശോധിക്കുമ്പോൾ അതിൽ പലരും വിദേശത്തുള്ളവരാണ്, പ്രവാസികളാണെന്ന് വിലയിരുത്തപ്പെടുന്നു. മാത്രവുമല്ല, അങ്ങനെ പട്ടികയിൽ നീക്കം ചെയ്യപ്പെടുന്ന വോട്ടർമാർ അത് നിർണായകമാണ്. അതുകൊണ്ട് പരമാവധി വോട്ടുകൾ ചേർക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുക്കുക എന്നതാണ് ഈ SIR-ന്റെ ഈ കർമ്മ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത 2 ആഴ്ചക്കാലം നിർണായകമാണെന്ന് ക്യാമ്പ് വിലയിരുത്തുന്നു. ഇന്നലെ രാത്രി ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് ഏറ്റവും പ്രധാന തീരുമാനമായി എടുത്തത്. എന്ത് രാഷ്ട്രീയ അജണ്ടയുണ്ടെങ്കിലും SIR മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടി നേതാക്കൾ നൽകുന്നു. ആ സാഹചര്യത്തിലാണ് ജില്ലാ തലത്തിൽ മുതിർന്ന നേതാക്കൾ അത് മണ്ഡലം, ബ്ലോക്ക്, ബൂത്ത് തലത്തിലടക്കം ചുമതല ഏറ്റെടുത്ത് അവർ ആ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്ത് SIR-ന്റെ തുടർച്ചയായുള്ള വോട്ട് ചേർക്കൽ പ്രവർത്തനം അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. എല്ലാവർക്കും വോട്ട് ഉറപ്പിക്കുക എന്ന ഏറ്റവും പ്രധാന ദൗത്യമാണ്. CPM ഉൾപ്പെടെ അടിത്തട്ടിൽ ആ പ്രവർത്തനം മുന്നോട്ട് പോയി കഴിഞ്ഞു. അതുകൊണ്ട് കൃത്യമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനുള്ള കർശന നിർദ്ദേശം. പ്രതിദിനം ഈ വോട്ട് ചേർക്കൽ അത് വിലയിരുത്തും. എല്ലാവർക്കും വോട്ടുറപ്പിക്കണം. കാരണം പ്രവാസികളായി നിരവധി പേരുണ്ട്. അവർ വീട് അടച്ചു പോയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ വന്ന് വോട്ട് ചെയ്യുന്ന പല പ്രവാസികളുമുണ്ട്. അവരുടെയൊക്കെ പേരുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഈ മാപ്പിങ്ങിൽ നിരവധി പേർ അങ്ങനെ പുറത്തായിട്ടുണ്ട്. അവരുടെയൊക്കെ വോട്ട് UDF-ൻ്റെതാണെന്ന് വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ഗൗരവത്തോടെ SIR എടുത്തുകൊണ്ട് അടുത്ത 2 ആഴ്ചക്കാലം ഒരു കർമ്മ പദ്ധതിയായി ഏറ്റെടുത്ത വോട്ട് ചേർക്കൽ സജീവമാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നത്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ താഴെ തട്ട് മുതൽ, ബൂത്ത് തലം മുതൽ കാര്യങ്ങളൊക്കെ ഇനി ഒന്നുകൂടി ടൈറ്റ് ചെയ്യാനുണ്ട്. കാരണം SIR ഒരുപാട് വോട്ടുകളാണല്ലോ, 22 ലക്ഷത്തോളം വോട്ടുകളാണ് ഇല്ലാതാവുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിൽ പലരും മരിച്ചുപോയവരൊക്കെ ആയിരിക്കും, ചിലരൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ളവരാണ്. അപ്പോൾ അവരുടെ വോട്ടുകളടക്കം അതിൽ വോട്ട് ചേർക്കേണ്ടതുണ്ട്. ബൂത്ത് തലം മുതൽ സജീവമാകാനായിരിക്കും നിർദ്ദേശം ഉണ്ടാവുക. എന്നാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂഡാണ്. ഏത് മൂഡ്? ഇലക്ഷൻ മൂഡ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുന്നു. കോൺഗ്രസിന്റെ വിജയസാധ്യത തീരുമാനിക്കാനും കൂടി കനകോലു. അങ്ങനെയല്ല, എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയനുകൾ എപ്പോഴും നല്ലതാണ്. തെരഞ്ഞെടുപ്പ് പഠനം നടത്തുന്ന സെഫോളജിസ്റ്റുകളുടെ പഠനമുണ്ട്. അതേപോലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുണ്ട്. പ്രശാന്ത് കിഷോറിനെ ഉപയോഗിക്കുന്നത് പോലെ, കനകോലുവിനെ ഉപയോഗിക്കുന്നത് പോലെ ഒരു നല്ല സാധ്യതയാണ് നമുക്ക് പയറ്റാൻ പറ്റിയ മേഖലയാണ്. അത്യാവശ്യം ഗവേഷണ ചാതുരിയും അത്യാവശ്യം രാഷ്ട്രീയ ബോധ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. സർവേ ഒക്കെ ചെയ്തിട്ടാണ് ഇവർ ഇത്തരം പദ്ധതികളായിട്ട് വരുന്നത്. ചിലതൊക്കെ 8 തല പൊട്ടും, ചിലതൊക്കെ കയറി കൊളുത്തുന്നത് ഭാഗ്യം, പൊട്ടുന്നത് പോയി. അത്രയേ ഉള്ളൂ.